അപ്പൊ ഞങ്ങൾ അങ്ങനെ വന്നത് സിജി ചേച്ചിയുടെ വീട്ടിലെത്തിട്ടാ. സിജി ചേച്ചി ഉള്ളിലുണ്ട്. അപ്പൊ ഞങ്ങള് ഹോസ്പിറ്റൽ യാത്ര ആരംഭിച്ചു. ചേച്ചിനെ കാണിക്കട്ടെ. നല്ല മ്യൂസിക് ഇടാണല്ലേ ചേട്ടൻ. മ്യൂസിക് ഇട, അതാണ് നല്ല മ്യൂസിക്. മതി മതി, പട്ടി പോകണ പോലെയുണ്ട്. അങ്ങനെ പറ കാലൊടിഞ്ഞിരിക്കുകയായിരുന്നു. കാലൊടിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പൊ അത് പ്ലാസ്റ്റർ ഇട്ട് ഇപ്പൊ ഒരു മാസം ആയിട്ടില്ലല്ലോ. 3 ആഴ്ച ആയിട്ടുള്ളൂ. ഒരു മാസം താമസിക്കും. ചിലപ്പോ ഇന്ന് വെട്ടുമായിരിക്കും പ്ലാസ്റ്റർ, ചിലപ്പോ കഴിഞ്ഞിട്ടായിരിക്കും. എങ്ങനെയാന്ന് നോക്കിയിട്ട് എക്സ്റേ എടുത്ത് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഞങ്ങൾ നേരെ ഞങ്ങളുടെ സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ചാലക്കുടി. എങ്ങനെ വീണേ എന്നുള്ള കാര്യം ചേച്ചിക്ക് വിവരിക്കാൻ താല്പര്യമുണ്ടോ? വിവരണത്തിന്റെ ഒന്നും ആവശ്യമില്ല. ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങുമ്പോ നേരെ പിടിക്കേ എന്നെ പോലെ പൊക്കം കുറഞ്ഞവര് സൂക്ഷിച്ചു നോക്കിയും കണ്ട് ഇറങ്ങുക. ഞാനൊന്ന് പതുക്കെ അങ്ങോട്ട് ചാടിയതാണ്. പക്ഷെ ചാടിയപ്പോ ഗ്രിപ്പ് കിട്ടി കാണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല. ട്രാൻസ്പോർട്ട് ബസ്സായിരുന്നു. ബസ്സിൽ നിന്ന് ഇറങ്ങിയ വശം വലത് കാലം വെച്ച് അങ്ങോട്ട് ഇറങ്ങി. വലതേ കാല. അപ്പൊ ഞാൻ അത് ആരോട് പറഞ്ഞപ്പോ എന്നോട് പറയണേ, വലത് കാലം വെച്ച് ഇറങ്ങാൻ പാടില്ല, വലത് കാലം വെച്ച് കേറാനേ പാടുള്ളൂ. അപ്പൊ എന്തായാലും ഞാൻ വലത് കാലം വെച്ച് അങ്ങോട്ട് ഇറങ്ങിയത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. നേരെ റോഡിലേക്ക് അങ്ങോട്ട് വീണു. ദൈവകൃപയാൽ ഇത്രയും പറ്റുള്ളൂ. അതന്നെ. അല്ല, ആക്ച്വലി എനിക്ക് തോന്നേ നിന്റെ കയ്യില് വെയിറ്റ് ഉണ്ടായിരുന്നു. ഇല്ല, വെയിറ്റ് ഒന്നും ഇല്ലായിരുന്നടാ. വെയിറ്റ് ഇല്ലായിരുന്നു പറഞ്ഞ ചേച്ചി. ഇറങ്ങിയിട്ട് സാധനം എടുക്കാൻ വിചാരിച്ചെന്ന് വിചാരിച്ചുള്ളൂ. ഞാൻ തന്നെ ഇറങ്ങിയുള്ളൂ. പക്ഷെ ഓരോന്ന് സംഭവിക്കേണ്ട സമയത്ത് സംഭവിച്ചിരിക്കും. അതുകൊണ്ടാണ് അതിന് പിന്നെ നമ്മൾ കുറെ ന്യായങ്ങളൊക്കെ ഞാനിങ്ങനെ കുറെ ഇരുന്ന് ആലോചിച്ചു. ചിലപ്പോ ഞാൻ ഇട്ട ചെരുപ്പിന്റെ ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും. അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. കാരണം ഒരു റഷ് ഒന്നും ഇല്ലാത്തൊരു സമയമായിരുന്നു. ഒരാൾ പോലെ അവിടെ നിന്ന് ഇറങ്ങാനും കേറാനും ഇല്ലായിരുന്നു. അപ്പൊ അതെനിക്ക് സംഭവിക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് സംഭവിച്ചു. അതിനെ ആക്സെപ്റ്റ് ചെയ്യാം. അല്ലാണ്ട് ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അപ്പൊ നമ്മളിനി പ്ലാസ്റ്റർ വെട്ടും. ഹോസ്പിറ്റലിൽ വെട്ടുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലൂടെ ഞങ്ങൾ പോണേ. എനിക്ക് വലിയ പ്രതീക്ഷയില്ല. വിടും. 3 ആഴ്ച അല്ലേ ആയുള്ളൂ. ചിലപ്പം 4 ആഴ്ചയെങ്കിലും ഇടേണ്ടി വരുമായിരിക്കും. എന്തായാലും പിന്നെ 4 ആഴ്ച എന്തായാലും അവർ ഇടിക്കും. 4 ആഴ്ച ഇടേണ്ടതാണെന്നുണ്ടെങ്കിൽ 4 ആഴ്ച അവർ ഇടിക്കും. കാരണം അല്ലാണ്ട് ഇന്ന് വരാൻ പറഞ്ഞേ അതാണ് ഞാനും ആലോചിച്ചത്. അവർക്ക് നോക്കാനായിരിക്കും എല്ല് കൂടുന്നുണ്ടോ. 4 ആഴ്ചക്ക് ഇനി ഒരാഴ്ച കൂടെ അല്ലേ ഉള്ളൂ. അല്ല, ചിലപ്പം ഓക്കെ ആണെങ്കിൽ. കാരണം എന്റെ ആദ്യം മറ്റേ ഇതിട്ടുണ്ടായിരുന്നല്ലോ, ബാക്ക് സ്ലാബ്. അപ്പൊ അത് കാരണം അതും കൂടി കൂട്ടി കഴിയുമ്പോ ഇപ്പൊ 5 ആഴ്ചയായി ശരിക്കും പറഞ്ഞ. ഈ പ്ലാസ്റ്റർ ഇട്ടിട്ട് 3 ആഴ്ച ആയിരുന്നു. ഇതേ ഇപ്പൊ കാലിമുള്ള ഈ നീല പ്ലാസ്റ്റർ ഉണ്ടല്ലോ, അതിന് മുമ്പ് മീൻസ് ബാക്കിൽ മാത്രം ഉള്ള ഒരു പ്ലാസ്റ്റർ ഇട്ടുണ്ടായിരുന്നു. ഒരു എല്ല് പോലത്തെ ഒരു സാധനം, എൽ ഷേപ്പിലുള്ള. അപ്പൊ അതിൽ ചിലപ്പോ അത് കൂടില്ല എന്ന് അവർക്ക് തോന്നിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം. നമുക്ക് ചെന്ന് കണ്ടിട്ട് അറിയാം. നമ്മളിങ്ങനെ പോയോണ്ടിരുന്നപ്പോഴേ നമ്മളിപ്പോ സമ്പാളൂര് എത്തിയിട്ടാ. അപ്പൊ നമ്മള് മുന്നിക്കോട്ട് വണ്ടി പോണത് കണ്ടാ. ഇത് മരിച്ചവരെ കൊണ്ടുപോണ വണ്ടിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കെയറോസ്. പക്ഷേ മറ്റേ സീറ്റ് ഒക്കെ ഉണ്ടല്ലോ, മറ്റേ സീറ്റ് എന്നിട്ട് കുഷ്യനല്ല എന്നിട്ട് പറയുന്നത് സോഫ. ഞാൻ എനിക്ക് അറിയില്ല കേട്ടോ മരിച്ചവരെ കൊണ്ടുപോകുന്നതാണോ. സോഫ ഇങ്ങനെ നല്ല സൂപ്പർ ആയിട്ട് പൊതിഞ്ഞൊക്കെ വെച്ചേക്കണം. ലക്ഷറി ആയിരിക്കും. പ്രീമിയം സെറ്റപ്പില് ആരും ഇരിക്കാൻ. അത് പൊതിഞ്ഞു വെച്ചേക്കുന്നതല്ല, അതും ഒരു കവറിങ് കൊടുത്തേക്കുന്നതാണ്. ലാമിനേറ്റ് ചെയ്തേക്കണ ഒരു ഇത് കൊടുത്തേക്കുന്നതാണ്. അവർക്ക് ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കുമല്ലോ, അതിനു വേണ്ടിയായിരിക്കാം. ഞാനും ആദ്യമായിട്ടാ കാണുന്നത്. പക്ഷെ പേര് കേട്ടപ്പോ എന്റെ മനസ്സിൽ പെട്ടെന്ന് ഇങ്ങനെ എന്തോ ഒരു മരണം ഓർമ്മ വന്നു എനിക്ക്. ഇവിടെ ഞാൻ ആ പേര് വായിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങളിത് ഹോസ്പിറ്റലിൽ എത്തിയിട്ടാ. സെന്റ് ജെയിംസ് ഹോസ്പിറ്റൽ, ചാലക്കുടി. അത്യാഹിത വിഭാഗം 24 മണിക്കൂർ. അപ്പൊ നമ്മൾ ഇതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോവാണ്.
അപ്പൊ അപ്പച്ചനൊക്കെ വയ്യാണ്ട് കിടന്നപ്പോഴാണ് ഇവിടെ കൂടുതലായിട്ട് വന്നേക്കുന്നല്ലേ. മിക്ക നേരത്തും രാത്രി പകലൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. ഇവിടെ ഹോട്ടലുണ്ട്, ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാറ്. ഇവിടെ അല്ല, ഈ ഹോട്ടല് ലില്ലി പാലസ് അല്ലേ? ഇതിക്കോട് ഉള്ളി കയറും അങ്ങനെയായിരുന്നു. പിന്നെ ഇതാണ് ഞങ്ങളുടെ അത്യാഹിത വിവാഹം. അത്യാഹിത വിവാഹോ അതന്നെ, ഞങ്ങളുടെ എന്താ ഗ്രാമർ തെറ്റിക്കണേ, ഉപദേശിച്ച മാത്രം വരെ. അത്യാഹിത വിവാഹം ഞങ്ങളുടെ, നമ്മള് വരാറുള്ള അവിടേക്കല്ലേ അല്ലേ? ഞങ്ങൾ വരാറില്ലേ? ഞങ്ങള് മീൻസ് നമ്മളെ അപ്പച്ചനെ കൊണ്ട് വരാറുള്ളത് പിടിക്കല്ലേ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഞങ്ങള് കൊറേ വരുന്ന കൊണ്ട് അല്ല, ഞങ്ങളുടെ മീൻസ് നമ്മളെപ്പോഴും വരുന്നോണ്ട് നമ്മുടെ ഉരുളും. പക്ഷെ അത് നേരെ ആക്കുന്നത് അവിടെ ആ കാറിന്റെ പിന്നില് ഇനി നിന്നെ ഇവിടെ തന്നെ കൊണ്ടുപോയാ പോരെ? ചേട്ടാ എക്സ്റേ എടുത്തിട്ട് കാണാനാണ്. അപ്പൊ എവിടെ നിർത്തി? ഇവിടെ തന്നെ ഉറങ്ങണ്ടേ? നമ്മുടെ സെന്ററിലുള്ള ഡോറിന്റെ മെയിൻ സെന്റർ ഇല്ലേ, കാഷ്വാലിറ്റി അല്ലേ ഇവിടെ ഉള്ള ഡോറ്. അപ്പൊ അവിടെ നിന്ന് എക്സ്റേ എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ. ഓക്കെ, അപ്പൊ കറങ്ങി പോവാം. ഡോക്ടറും ആ വിടുന്ന വീഡിയോ വെച്ച ചായ സ്നാക്സിന്റെ ഒക്കെ അവിടെയാണ്. ചേച്ചി പാർക്കിംഗ് ആന്ന് വിചാരിച്ചു. ഇല്ല ചേച്ചിയുടെ പാർക്കിംഗ് ഇല്ല. നിങ്ങള് പാർക്ക് ചെയ്യപ്പോ വരാം. ചേച്ചി അങ്ങോട്ട് പോയി, അടുത്ത ആള് വന്ന് പാർക്ക് ചെയ്യാം. ചേച്ചി പോയിക്കോട്ടെ. നമുക്ക് അപ്പുറത്ത് വേറൊരു ഡോറിൽ കൂടെ പോയാ എളുപ്പത്തിൽ എക്സ്റേ എടുക്കാന്ന് പറഞ്ഞോണ്ട് നമ്മള് എക്സ്റേ എടുക്കാൻ അപ്പുറത്തേക്ക് ഇവിടെയാണ് കൊണ്ട് നിർത്താറ്. എവിടെ? ഇവിടെ ഇപ്പൊ നമ്മളിപ്പോ തിരിച്ചു വരുമ്പോ ഇപ്പൊ നേരെ പോവാം. ഇപ്പൊ നേരെ പോയിട്ട് സെന്ററിൽ പണ്ട് നമ്മള് കേറാറില്ലേ, മെയിൻ ഡോർ. ആ, പണ്ടത്തെ മെയിൻ ഡോർ. നിങ്ങൾ കാർ പാർക്ക് ചെയ്തിട്ട് പോരെ. ചെയ്യാം. നിന്നെ ഞങ്ങൾ അനാഥരായിട്ട് വിടുകയില്ല. ആ ഗ്രീൻ ഇത് കഴിഞ്ഞിട്ടുള്ള ഇച്ചിരി വലുതാവണം. ഇത് ഇവിടെ ഇതായിരുന്നു നമ്മൾ മുമ്പ് ഫ്രണ്ടിക്കോടെ ഇങ്ങനെ കയറാറുള്ള വഴി. ഈ സ്ഥലം ചെറുകളിങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട്. അപ്പൊ അവരങ്ങനെ അവിടെ ഇറക്കി വിട്ടിട്ട് എക്സ്റേയുടെ അവിടേക്ക് ഇറക്കി വിട്ടിട്ട് ഞാൻ വണ്ടി പാർക്ക് ചെയ്യാൻ പോവാം. വണ്ടി പാർക്ക് ചെയ്യുന്നത് നമ്മൾ നേരത്തെ നമ്മൾ പോയില്ലോ ഫസ്റ്റ്, അവിടെ തന്നെ വണ്ടി പാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ വണ്ടി കൊണ്ട് ഇട്ടിട്ട് വരാം. അപ്പോൾ വണ്ടീനെ പാർക്ക് ചെയ്ത് പോവാൻ കേട്ടോ. ഇവിടെയാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തേക്കണേ. അപ്പോൾ കുറേ ഏരിയ ഉണ്ട് കേട്ടോ പാർക്കിങ്. മുമ്പൊക്കെ ഞാൻ പാർക്ക് ചെയ്യാറുള്ളത് അവിടെയായിരുന്നു, ആ സൈഡിൽ. ഇതിപ്പോൾ കുറേ ഉള്ളിലേക്ക് ഇങ്ങോട്ട് കയറി പോന്നിട്ടാണ് പാർക്കിങ്. ഈ പാർക്കിംഗ് കണ്ടോ, ഇവിടെയാണ് മുമ്പൊക്കെ വണ്ടി ഇടാറ്. അപ്പോൾ അവിടെ ഫുള്ളായപ്പോൾ ഇപ്പുറത്തേക്ക് അങ്ങോട്ട് പോകണം. അപ്പം ഇവിടെ എത്തിപ്പെട്ട അതേ ത്രേസ്യാമ്മ ചേച്ചിയും അച്ഛനും ഇവിടെ മരുന്ന് മേടിക്കാൻ വന്നേക്കണം. അപ്പം ചേച്ചി ഇവിടെ എവിടെയെങ്കിലും കാണും. ഷെടാ ഇവിടെ വന്നപ്പോണ്ടാ അതേ പേപ്പൻ മേമ ഒക്കെ പറ്റിയതാ. അപ്പം അങ്ങനെ ഇത് എക്സ്റേ ഒക്കെ കഴിഞ്ഞ് ചേച്ചി പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ നേരെ ഇനി ഡോക്ടറെ കാണാൻ പോകണം. ബെൽറ്റ് കിടന്നേ. അപ്പം അങ്ങനെ അതേ ഡോക്ടറെ കാണലൊക്കെ കഴിഞ്ഞു. ഡോക്ടർ മെഡിസിനൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം ഞാനിനി അത് മേടിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും അവിടെ അപ്പച്ചൻ്റെ അനിയനെ
അവിടെ ഉണ്ട്. അപ്പോൾ അവരോട് വർത്താനം പറഞ്ഞ് നിൽക്കാം. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിലെ പരിപാടികളൊക്കെ കഴിഞ്ഞു പോകാൻ പോവാണ്. ഇവിടെ വന്നപ്പോൾ അപ്പച്ചൻ്റെ അനിയനും പെങ്ങളും ത്രിസേമ ചേച്ചി അതുപോലെ സേവാർ പേപ്പൻ എല്ലാവരും ഉണ്ട് ഹോസ്പിറ്റലിൽ. കുറേ പേരെ കണ്ടു, നമ്മുടെ വീഡിയോ കാണുന്ന കുറേ പേരെ കണ്ടു. അപ്പോൾ എന്തായാലും ഇനി നേരെ സി ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാണ്. 12:30 അമ്മ വിളിച്ചു, എന്താ വരാത്തേന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എന്തായാലും ഹോസ്പിറ്റൽ അടിപൊളിയായിട്ടാ. ഞാൻ മുമ്പൊക്കെ വരുമ്പോൾ ശരിക്കും പറയണമെങ്കിൽ ഈ ഒരു ലുക്കൊന്നും ഉണ്ടായിരുന്നില്ല ഹോസ്പിറ്റലിൽ. ഇപ്പോൾ ഹോസ്പിറ്റൽ ആകെ അങ്ങോട്ട് വ്യത്യാസമായി. നമുക്ക് കണ്ടിട്ട് മനസ്സിലാവണല്ലോ ഓരോ സെക്ഷൻ. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഞാൻ മെഡിസിൻ മേടിക്കാൻ പോയപ്പോഴായാലും അവിടെ നമുക്ക് തന്നെ ടോക്കൺ എടുക്കാം. ടോക്കൺ എടുത്ത് കഴിയുമ്പോൾ സ്ക്രീനിൽ കാണിക്കും. അപ്പോൾ അവിടെ പോവുക. അത് കഴിഞ്ഞ് ഇപ്പുറത്തെ സൈഡിൽ വീണ്ടും ടോക്കൺ നമ്പർ വിളിക്കുമ്പോൾ അവിടെ പോയി മരുന്ന് മേടിക്കുക. എല്ലാം ഭയങ്കര മീൻസ് ഒരു പ്രീമിയം ഹോസ്പിറ്റൽ ലുക്കിലേക്കൊക്കെ ഞങ്ങളുടെ സെൻറ്റ് ജെയിംസ് മാറിയതായിട്ട് എനിക്ക് തോന്നി. എന്തായാലും കൊള്ളാം. മുമ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് വിളിക്കും, സിജിയുടെ ആരെങ്കിലും ഉണ്ടോ, സിജിയുടെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിളിക്കും. അപ്പോൾ നമ്മൾ പോയി മേടിക്കണം. അല്ലെങ്കിൽ പിന്നെ ഇടയിൽ കൂടെ കയറും കുറച്ച് പേര് കുത്തി തിരക്കും അതും ഇതൊക്കെയാണ്. പക്ഷെ ഇപ്പോൾ എന്തായാലും സിമ്പിളായിട്ട് മരുന്നൊക്കെ മേടിച്ചു. മീൻസ് ടൈം എടുത്തു, എന്നാലും നമ്മുടെ നമ്പർ വരുന്ന നമുക്ക് വെയിറ്റ് ചെയ്യാലോ. കൊള്ളാം. അപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാണ്. അതെ, എല്ലാ പരിപാടിയും കഴിഞ്ഞു. തുറന്നിട്ട് ചൂടാണ് പെട്ടുണ്ടാവില്ല അല്ലേ? പെട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. എന്തൊരു വെയിലല്ലേ. അപ്പൊ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് പോന്നു. പ്ലാസ്റ്റർ വെട്ടിയിട്ടില്ല, വെയിറ്റിംഗ്. അതെ, കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യണം അല്ലേ? അതല്ലേ, എല്ലിനെ അറിയില്ലല്ലോ. എല്ലിന്റെ സമയമായിട്ടില്ല. ഇതല്ലേ കോഴിക്കുഞ്ഞ് താഴെ ഇട്ടിട്ട് കണ്ടില്ലേ ചേച്ചി? കണ്ടില്ല? നല്ല രസല്ലേ? നോക്കട്ടെ. ആഹാ, കളർ മുക്കിയ കോഴി കാണുമ്പോ നമുക്ക് ഒരു അട്രാക്ഷൻ അല്ലേ? നല്ല ഭംഗിയില്ലേ? മേടിക്കാൻ തോന്നില്ലേ ചേച്ചിക്ക്? സാധാരണ കളർ കോഴിനെ കാണുമ്പോഴേ ഇത്രയും കളർ ഫീൽ ചെയ്യാറില്ലടി. ഇതൊരു ഫ്ലൂറസന്റ് കളർ. ഇപ്പൊ തന്നെ മുക്കിയതായിരിക്കും. ഇന്നലെ ഇന്ന് രാവിലെ അങ്ങനെ മുക്കി ഉണക്കിയതായിരിക്കും. നേരെ സർവത്ത് വേണമെങ്കിൽ വന്നേക്കാം അല്ലേ? സമൂസ ഉണ്ട്, ഉള്ളതെടുക്ക്. ഇവിടെ സോഡയൊക്കെ ഒഴിച്ചിട്ട് എന്താ പരിപാടി? നമ്മള് സർവത്തും വടയും കഴിക്കാം. അപ്പൊ അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് സിജിയുടെ വീട്ടിലെത്തി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുൾ പച്ചക്കറി വിഭവങ്ങൾ, പാവയ്ക്ക, മുട്ടക്കറി, പയറുപ്പേരി, ഇതിൻ്റെ മോര് കറി, കാളനാണത്, കാളൻ, മാങ്കറി. അതെവിടെ? ആ മാങ്കറി അവനെ എടുത്തിട്ടില്ല, സ്ഥലമില്ല. തരും ഒന്നും കുഴപ്പമില്ലടി. അപ്പൊ അങ്ങനത്തെ ചേച്ചിനെ അവിടെ ആക്കി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇന്നത്തെ വിശേഷങ്ങൾ. ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം. രാവിലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടില്ലേ? കണ്ടോളൂട്ടാ. എന്തെങ്കിലും പറയാനുണ്ടോ? രാവിലെ ഉദ്ദേശിച്ച് ഈ വീഡിയോ എപ്പോഴാ വരാം? ഇന്ന് വൈകുന്നേരം. ഓക്കെ, ബൈ ബൈ.